ഈ സിനിമ അല്ലാതെ ഭഗത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളൊരു മേഖല ഏതാണ്? സിനിമ അല്ലാതെ സിനിമ ഇപ്പൊ നമുക്ക് ഇഷ്ടമാണ്, അല്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് നമ്മൾ അതിന് വേണ്ടി നിൽക്കുന്നത്? സിനിമ അല്ലാതെ ആസ്വദിച്ച് ഇഷ്ടപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെ ചൂണ്ടിടാൻ പോകാൻ ഇഷ്ടം. അതൊക്കെയാണ് സ്ഥലങ്ങൾ, യാത്ര ചെയ്ത സ്ഥലങ്ങൾ കാണുക, നല്ല ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഏറ്റവും ഇഷ്ടം. പക്ഷെ എന്നാലും ഇപ്പൊ നമ്മള് സിനിമ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നടക്കും, പല രാജ്യങ്ങൾ കാണാം, ഷൂട്ടിംഗ് സംബന്ധിച്ച് നമുക്ക് പലയിടത്തും പോകണമല്ലോ. അപ്പൊ ഇത് കാണാം, ഈ പറഞ്ഞ ചൂണ്ടയിടുന്ന ഒരു സീനിലായാലും നടക്കും. ഇതെല്ലാം ഇതൊക്കെ കൊണ്ടുപോകും ചിലപ്പോ. അവിടെ ഒരു പടത്തിന് പോയിട്ട് ഭീമന്റെ വഴി എന്നുള്ള പടത്തിനായിരുന്നു. അതിന് പോയിട്ട് അവിടെ വെച്ചിട്ട് വൈകുന്നേരം ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചെമ്പൻചേട്ടൻ പറയും, ഒരു കാര്യം ചെയ്യും, നീ ഇപ്പൊ പൊക്കോ എന്ന് പറയും. ഞങ്ങൾ താമസിക്കുന്ന സൈഡിൽ തന്നെ വലിയൊരു തോടാണ്. വൈകുന്നേരം ആകുമ്പോൾ ഒരു ആളെ വിളിച്ചോണ്ട് പോയി വല വീശി അവിടെ നിന്ന് മീൻ പിടിച്ച് തൊട്ടടുത്ത് തന്നെ മെസ്സ് സെറ്റ് ചെയ്തിരുന്നത്. അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, ഈ പറഞ്ഞ ഫിഷ് എല്ലാം റെഡിയാക്കി. ഇവർ വൈകുന്നേരം പാക്കപ്പ് പേജ് വരുമ്പോഴത്തേനും ഒരു ഫുൾ സെറ്റ് ചെയ്ത് ഫിഷ് എല്ലാം റെഡിയാക്കി വെക്കും. അയ്യോ, അത് അടിപൊളിയായിരുന്നു. മാപ്പണം അത് ഭയങ്കര രസമായിരുന്നു. ശരിക്കും ഈ ഷൂട്ട് ലൊക്കേഷനിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരുന്നു, എൻജോയ് ചെയ്ത് ചെയ്യും. ധർമ്മേട്ടന് ഈ സുഖമുണ്ട്. ധർമ്മേട്ടന് അതുപോലെ നല്ല ഫിഷ് അവിടെ നിന്ന് കിട്ടുമ്പോൾ നല്ലപോലെ കുക്ക് ചെയ്ത് കൊണ്ടുവരും. ഇതുവരെ അഭിനയിച്ച ലൊക്കേഷൻ ഏറ്റവും ഏതാ ഇഷ്ടപ്പെട്ട ഭഗത്തിന്? എന്താ പറയാ, ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് മറുപടിയാണ്? അത് ഉറപ്പല്ല, കാരണം ഒന്നും അറിയില്ലല്ലോ, നമുക്ക് പേടിയില്ല. പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു, എല്ലാരും കൂട്ടുകാരാ, അവിടെ വന്ന് കൂട്ടുകൂടിയതാ ഞങ്ങള്. ഓ, അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിൽ ആ ഒരു എന്താ പറയാ, ഞാനൊക്കെ മഴയത്തുമ്പോ ചെയ്യുമ്പോ നമ്മൾ അഭിനയിച്ചില്ല, ആ ഒരു ഗ്യാങ്ങിന്റെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. നമുക്ക് ഇതിന്റെ ഒരു സംഭവം എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ. വരുന്നു, അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, സിനിമാറന്മാരാന്ന് പറയുന്നുണ്ട്, അത്രയൊക്കെ അറിയുള്ളൂ. ഇതിപ്പോ എങ്ങോട്ടാ പോണേ പോലെ അറിയാൻ പാടില്ല, അടുത്തൊരു പടം കിട്ടുമെന്ന് നമുക്കറിയില്ല. നമ്മളൊരു ക്യാമ്പിന് വന്ന പോലത്തെ ഒരു ഫീലില്ല. നമ്മളെല്ലാരും അവിടെ നിൽക്കുന്നത്, ഓരോ സ്കിറ്റ് ചെയ്യണ പോലെ ഓരോന്ന് നടന്നു പോണു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇമാരെ കൊടുത്തിട്ട് എപ്പാ കൂടിയാലും ഇനിയിപ്പം ഭഗത് ഓരോ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ചൂസ് ചെയ്ത് ഇനി കാരിയറിലേക്ക് ഗ്രാഫ് മേലോട്ടേക്ക് വരയ്ക്കാൻ വേണ്ടി മാത്രം സെലക്ട് ചെയ്ത് പോവോ ഇനി സ്ക്രിപ്റ്റ് ഒക്കെ? അത് മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ പിള്ളേരെ ഫീസ് കുറയ്ക്കണ്ടേ? ഒരു മനുഷ്യന്റെ ആവശ്യം അതില്ലാന്ന് ഒരിക്കലും, പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു വില ഉണ്ടാവില്ല. അത് സത്യം. എനിവേ, താങ്ക് യു വെരി മച്ച് ഭഗത്. ഈ പറഞ്ഞ പോലെ ഭഗത്തിന് ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഇച്ചിരി നേരം പറയുന്ന വലിയ കാര്യങ്ങളൊന്നും അല്ലേലും ഭഗത് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്റെ പ്രേക്ഷകരെല്ലാം ഭഗതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, ഇതിനൊക്കെ ഒരു പ്രോത്സാഹനമായിട്ട് ഞാനൊരു ഗിഫ്റ്റ് തന്ന അതൊരു എൻകറേജ്മെന്റ് ആയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒരു പ്രോത്സാഹനം, ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ, ഒരു കുഞ്ഞി ഗിഫ്റ്റാ, പക്ഷെ അതൊരു പ്രോത്സാഹന സമ്മാനമായിട്ട് ഈ ഫസ്റ്റ് റാങ്ക് മേടിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇത് ആക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹനം കൊടുക്കല്ലേ. അതെ, എന്തായാലും ഐ എം സോ ഹാപ്പി ഭഗത് ഇവിടെ വന്നു. ഈ പറഞ്ഞ പോലെ ആനീസ് കിച്ചണിൽ വന്നത് ദേവി അനുഗ്രഹിച്ച്, ഭഗവാൻ അനുഗ്രഹിച്ച് ഒരു ഐശ്വര്യം ഉണ്ടാവട്ടെ. അടുത്ത പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോൾ ഇതേപോലെ ഡയറ്റ് വിളിച്ച് പറയാവുള്ളൂ, ചേച്ചി എനിക്ക് അതൊന്നും വേണ്ടാന്നുള്ളത് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവാൻ ദേവി അനുഗ്രഹിക്കട്ടെ, ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. സോ താങ്ക്ഫുൾ ടു യു. പുതിയ വിശേഷങ്ങൾ ഭഗതിന്റെ നമ്മൾ ഒരുപാട് കേട്ടു. ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ആർക്കും പ്രയാസങ്ങൾ ഇല്ലാതില്ല. ഈ പറഞ്ഞ ഞാനായാലും ശരി, ഭഗതായാലും ശരി, കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായാലും ശരി, നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും അല്ലേ. അപ്പം നമ്മളെ കൂടെ പിടിച്ച് നമുക്ക് ധൈര്യം തരുന്നവരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. നമ്മൾ എന്താ പറയുക, ഒരു കോൺഫിഡൻസ് തരുമ്പോഴാണ് നമുക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. ആ കോൺഫിഡൻസ് ആണ് ഇവിടെ നമ്മൾ ഭഗതിന് കൊടുക്കാനുള്ളത്.